അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്താൽ അറിയോ, മട്ടൻ കൊണ്ട് ഒരു പീനട്ട് ഉണ്ടാക്കാൻ പോവുക. മട്ടൻ പീനട്ട് മസാല ഇതാക്കുന്ന ഉള്ളി, പീനട്ട്, അറബിക്ക് മസാലപ്പൊടികൾ, മഞ്ഞപ്പൊടിയും അറബിക്ക് 2 ഐറ്റം അറബിക്ക് മസാല, പിന്നെ ഇതാ ഗരം മസാല, പട്ട, ഏലക്ക, ബേലീഫ്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത്, തക്കാളി കട്ട് ചെയ്തത്, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമ്മൾ മട്ടൻ ഇത് അവിടെ കിടന്ന് കുക്കായി കൊണ്ടുവെക്കുന്നുണ്ട്. ഇതാണ് മട്ടന്. ഒരു കുറഞ്ഞ ഭാഗം കുക്കാറുണ്ട്. എന്നതിൻ്റെ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നല്ലതാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഉള്ളിയും മറ്റേ പീനട്ടും മസാലയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണം മട്ടൻ പീനട്ടിൻ്റെ മസാല. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നേരം നമുക്ക് എടുത്ത് വെച്ച ഗരം മസാല ഇട്ടെടുക്കുക. അപ്പോൾ ഗരം മസാല ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരും. ഇപ്പം നമ്മളെ ഗരം മസാല ഒക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച പീനട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അത് ആദ്യം ചൂടായി വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ ഉള്ളിയിട്ട് കൊടുത്ത്, അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ആക്കേണ്ട, നമുക്ക് മിക്സിയിൽ അരക്കാനുള്ളതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ. ഇപ്പം നമ്മൾ പീനട്ടും മറ്റേ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്ന് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച തക്കാളി മസാലപ്പൊടികളും എല്ലാം ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചൂട് കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കിടന്ന് കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചും കുക്കാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പം നമ്മളെ മട്ടന് കറി ഉണ്ടാക്കാനുള്ള, മട്ടന് പീനട്ട് കറി ഉണ്ടാക്കാനുള്ള മസാല ഇതാ ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മട്ടൻ ഇതാ ഇതിൽ കുക്കായി കൊണ്ടൊക്കെ ഇട്ടതാ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇതാ നമ്മൾ അരച്ച് മിക്സിൻ്റെ ജാറിൽ അരച്ചിതാ ഫൈനാക്കി നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ ഒന്നര ഉള്ളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ഫ്രൈ ആക്കി നല്ലോണം ഒന്ന് ഫ്രൈ. ഇപ്പം നമ്മളെ ഉള്ളി ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പേസ്റ്റ് ആക്കി വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് പച്ചമണം മാറി വരട്ടെ. അപ്പം നമ്മളെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതാ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ മസാലൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ നമുക്ക്. ഇപ്പം നമ്മളെ മസാല ഇതാ നല്ലോണം മസാലൊക്കെ ഇതായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച മട്ടന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനും വേവാനുണ്ട് കേട്ടോ മട്ടന്. അപ്പോൾ അതിന് നമ്മൾ മസാലയൊക്കെ ഇടുന്ന് വേവട്ടെ. ഇതിലേക്കുള്ള വെള്ളം നമ്മൾ മട്ടൻ പുഴുങ്ങിയ വെള്ളമുണ്ട്, ഈ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാലയിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മട്ടനൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മട്ടൻ കുക്ക് ചെയ്ത വെള്ളം. ഈ വെള്ളം കളയരുതിട്ടോ, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചെടുക്കുക. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ല റെഡിയാക്കി. അപ്പോൾ നമ്മളെ മട്ടൻ പീനട്ട് മസാല അടിപൊളി കറി ഇതാ റെഡി ആയിട്ടുണ്ട്. മസാല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആട്ടോ. ഇത് ഉണ്ടാക്കിയത് അറബിക് മസാലയിലാട്ടോ ഉണ്ടാക്കിയത്. ഹിന്ദി മസാലയിൽ നമ്മളെ മലയാളികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റാണ്. മട്ടൺ ഉണ്ടായാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കഴിക്കാൻ പോവുകയാണ്, ടേസ്റ്റ് ചെയ്തൊക്കെ പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ റിച്ചൂസ് കിച്ചൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ അമർത്തണം. ബെല്ലൈക്കൺ അമർത്തുന്ന ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അമർത്തി കൊടുക്കണേ, മറന്നു പോകരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ, ശുഭനിദ്ര, ശുഭരാത്രി.